അക്കാദമി പ്രശ്നത്തിൽ ADMുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂവെന്ന് സമരക്കാർ അറിയിച്ചു. അതിനിടെ ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റിയത് ഗവേണിംഗ് കൌൺസിലിന്റെ അംഗീകാരത്തോടെ എന്ന് തെളിയിക്കുന്ന മിനിറ്റ്സിന്റെ പകർപ്പ് മാനേജ്മെന്റ് ADMന് കൈമാറി. ലോ അക്കാദമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തിങ്കളാഴ്ച ചേരും. അതേസമയം ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരനും VV രാജേഷും നിരാഹാര സമരം തുടരുകയാണ്. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം 24ാം ദിവസത്തിലേക്ക് കടന്നു. അക്കാദമിക്കെതിരായ ഉപസമിതി റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ സർക്കാർ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അടിയന്തരമായി യോഗം ചേരുന്നത്. തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച നടത്തണമെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായിട്ടും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കണം. ഈ വിഷയങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാകണം. പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെച്ചെന്നോ ലക്ഷ്മി നായരെ മാറ്റിയെന്നോ മാനേജ്മെന്റ് രേഖാമൂലം ഉറപ്പു നൽകുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. എന്നാൽ 24ാം ദിവസത്തിലേക്ക് കടന്ന സമരത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കുറഞ്ഞുവരികയാണ്. അതേസമയം സ്ഥലം MLA കെ മുരളീധരനും BJP നേതാവ് VV രാജേഷും അക്കാദമിക്ക് മുന്നിൽ സമരം തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും ഇന്ന് സമരപന്തലിലെത്തി. ഈ നിയമകലാലയത്തിന്റെ അഫിലിയേഷൻ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ വേണം, സ്ഥിരമായി റദ്ദാക്കുകയോ വേണം. അതിനിടെ സ്ഥലത്ത് AIYF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പേരൂർക്കട ലോ അക്കാദമിയിൽ പൊതുസ്വത്ത് കയ്യേറിയുള്ള ഒരു കുടുംബ വാഴ്ചയാണ് നടക്കുന്നതെന്ന് T. പത്മനാഭൻ. ഹൈദരാബാദിലെയും JNU വിഷയവും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലെ കോളേജുകളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ കാണാത്തത് ദുഃഖകരമാണെന്നും T. പത്മനാഭൻ പറഞ്ഞു. അതേസമയം ലോ അക്കാദമിയിലെ നിയമലംഘനങ്ങളിൽ സർക്കാർ നിയമ നടപടിയെടുക്കുമെന്നും MA ബേബി പറഞ്ഞു. കോഴിക്കോട് നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിന്റെ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കോഴിക്കോട് നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിൽ എന്റെ രാഷ്ട്രീയം എന്ന സംവാദ പരിപാടിക്കിടെയാണ് പേരൂർക്കട ലോ അക്കാദമിയിലും നെഹ്റു കോളേജിലും ടോംസ് കോളേജിലുമെല്ലാം നടക്കുന്ന നിയമലംഘനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നില്ലെന്ന വിമർശനവുമായി T. പത്മനാഭൻ രംഗത്ത് വന്നത്. പക്ഷേ പേരൂർക്കട നാം കാണുന്നില്ല, ദുഃഖകരമാണ്. അവിടത്തെ ലോ അക്കാദമിയിൽ നടക്കുന്നത് എന്താണ്, നെഹ്റു കോളേജിൽ നടക്കുന്നത് എന്താണ്, ടോംസ് കോളേജിൽ നടക്കുന്നത് എന്താണ്, പേരൂർക്കടയോ അവിടെ എന്താണ് നടക്കുന്നത്? ഒരു കുടുംബം പൊതുസ്വത്ത് കയ്യേറി സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഈ ആധുനിക സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഭരണം നടത്തുകയല്ലേ ചെയ്യുന്നത്. അത്യന്തം വേദനാജനകമല്ലേ? ദളിത് വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിക്കുന്നു. രോഹിത് വിമലമാർ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യൂവെന്നും ട്രസ്റ്റുകളെ എല്ലാ കാലത്തും ഭയക്കണമെന്നും T. പത്മനാഭൻ പറഞ്ഞു. അതേസമയം ലോ അക്കാദമിയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് സംവാദത്തിൽ പങ്കെടുത്ത MA ബേബി പറഞ്ഞു. ആ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിയമലംഘനങ്ങളുണ്ട് എന്നാണോ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത്, അത് മുഴുവൻ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് പരിശോധിക്കും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം റവന്യൂ വകുപ്പ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം എന്നിവരെ സംസാരിച്ചു. അതിനു പുറമെ DYFIയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. പ്രതിനിധി സമ്മേളനത്തെ തൊട്ട് മുമ്പ് വരെ അദ്ദേഹം പ്രസിഡന്റായിരുന്നു. AIYFന്റെ ജനറൽ സെക്രട്ടറി തിരുമലൈ രാമൻ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. AIYLന്റെ ഓൾ ഇന്ത്യ യൂത്ത് ലീഗിന്റെ ജോഷി ജോർജ്, ജനറൽ സെക്രട്ടറി ജോഷി ജോർജ് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. അപ്പോൾ
2 ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതാക്കൾ, പിന്നെ മഹിളാ, കിസാൻ, വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളും ഇന്ന് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഡിവൈഎഫ്ഐയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള KN ബാലഗോപാലും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. സമ്മേളനം ഇന്ന് 5 പ്രമേയങ്ങൾ അംഗീകരിക്കുകയുണ്ടായി. അതിലൊന്ന് കേന്ദ്ര ബജറ്റിനെതിരെ പ്രക്ഷോഭത്തിന് രംഗത്തിറങ്ങാൻ യുവാക്കളെ ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ്. കേന്ദ്ര ബജറ്റ് പൊതുവിൽ രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, രാജ്യത്തെ യുവസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയും അസംതൃപ്തിയും ഉണ്ടാക്കുന്ന ബജറ്റാണ്. കാരണം ഈ ബജറ്റ് അവതരിപ്പിച്ചത് വലിയ തൊഴിലില്ലായ്മയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. ഡിമോണിറ്റൈസേഷന് മുമ്പ് തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഡിമോണിറ്റൈസേഷന് മുമ്പാണ് ലേബർ ബ്യൂറോയുടെ EU സർവേ നടന്നത്, എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സർവേ. ആ സർവേ പറയുന്നത് 5.1% ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്നാണ്. ലേബർ ഫോഴ്സിന്റെ തൊഴിൽ സേനയുടെ 5.1% തൊഴിൽ രഹിതരാണ് എന്ന് പറഞ്ഞാൽ 2,30,00,000 ആളുകൾ പൂർണ്ണമായും തൊഴിൽ രഹിതരാണ്. 16 കോടി ആളുകൾ അണ്ടർ എംപ്ലോയിഡ് ആണ്. 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ഡിമോണിറ്റൈസേഷന് മുമ്പ് തന്നെ ഉണ്ട്. ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയ ഈ 70-80 ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ IMF മുതൽ എക്കണോമിക് സർവേ വരെ പ്രവചിക്കുന്നത് 1% വരെ സാമ്പത്തിക വളർച്ച ഇടിയും എന്നാണ്. അങ്ങനെ വളർച്ച ഇടിഞ്ഞാൽ വീണ്ടും തൊഴിൽ നഷ്ടപ്പെടും. അപ്പൊ വളരെ ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ ബജറ്റിന്റെ ഫോക്കസ് തൊഴിൽ സൃഷ്ടിക്കുന്നതിലായിരിക്കും എന്നായിരുന്നു. BJPയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഗവൺമെന്റ് കാലാവധിയുടെ പകുതി പിന്നിടുമ്പോൾ ആ വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മയേ ഇല്ലാത്തതുപോലെയാണ് ധനകാര്യമന്ത്രിയും ഗവൺമെന്റും പ്രവർത്തിക്കുന്നത്. ബജറ്റ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ DYFI ആവശ്യപ്പെടുന്നൊരു കാര്യം, ഇന്നത്തെ ഡിമോണിറ്റൈസേഷന്റെ പശ്ചാത്തലത്തിലും തൊഴിൽ രഹിത വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഗവൺമെന്റ് ചെയ്യേണ്ടത് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കാൻ വിഭവ സമാഹരണം നടത്തണം. വിഭവ സമാഹരണം നടത്തേണ്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് DYFIക്ക് നിർദ്ദേശമുണ്ട്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യായമായ നികുതി ഇളവുകൾ അവസാനിപ്പിക്കണം. ശരാശരി 6 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവ് കൊടുക്കുന്നത്, അത് അവസാനിപ്പിക്കണം. ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ സർക്കാരിന് ധൈര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ലിസ്റ്റ് സർക്കാരിന്റെ പക്കലുണ്ട്. കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് സുപ്രീം കോടതിയിൽ സീല് വെച്ച കവറിലും കൊടുത്തിട്ടുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് ഇന്ത്യയിലെത്തിക്കുക വലിയ ഒരു വിഭവ സ്രോതസ്സാണത്. മൂന്നാമത്തേത് 8.5 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം, അതിൽ സിംഹഭാഗവും വൻകിടക്കാരുടേതാണ്, NPA. അത് തിരിച്ചു പിടിക്കണം. അതുപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. അങ്ങനെ തൊഴിൽ സൃഷ്ടിക്കുമ്പോഴാണ് ആളുകളുടെ വരുമാനവും വാങ്ങൽ ശേഷിയും കൂടുക, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ കഴിയുക. എന്നാൽ അതിലല്ല ഊന്നൽ. പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു. വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ ബജറ്റ്. അതുകൊണ്ട് തന്നെ പുതിയ തൊഴിൽ സൃഷ്ടിക്കാനല്ല ഇതിടയാക്കുക, ഉള്ളതുകൂടി നഷ്ടപ്പെടുത്താനാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ട് രംഗത്തിറങ്ങുക എന്നത് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്കെതിരെ അണിനിരക്കുന്ന എല്ലാവരുടെയും കടമയാണ്. DYFI വലിയ പ്രക്ഷോഭം സ്വന്തം നിലയിലും മറ്റു യുവജന സംഘടനകളുമായി ചേർന്നും ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം ഈ സമ്മേളനം അംഗീകരിച്ചത് സ്വകാര്യ മേഖലയിലെ തൊഴിൽ സംവരണം സംബന്ധിച്ചാണ്. ഈ തൊഴിലില്ലായ്മയുടെ പൊതുവായ സാഹചര്യം
ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ പ്രസിഡന്റ് എം പി രാജേഷ് എം പി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷം. ലോ അക്കാദമിക്ക് മുന്നിൽ നടത്തിയ KSU മാർച്ചിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. സംഭവത്തെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടന്നത്. പാലക്കാട് ജവഹർലാൽ നെഹ്റു കോളേജിൽ പ്രിൻസിപ്പലിനെ SFI ഉപരോധിക്കുന്നു. കോളേജ് തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. വിവരങ്ങളുമായി AK ലതീഷ് ചേർന്നു. ലതീഷ്, ഇപ്പോഴും ഉപരോധം തുടരുകയാണോ? വിശദാംശങ്ങൾ. ഉപരോധം അല്പസമയം മുമ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഒറ്റപ്പാലം പോലീസ് എത്തി മാനേജ്മെന്റ് പ്രതിനിധികളും അതേപോലെ തന്നെ പ്രിൻസിപ്പലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 16-ന് കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെയും MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന് മാനേജ്മെന്റ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SFI നടത്തിവന്ന ഉപരോധം, പ്രിൻസിപ്പലിനെ ഉപരോധിച്ച പ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ SFI ലക്കിടി ജവഹർ കോളേജിന് മുന്നിൽ ധർണ നടത്തുകയായിരുന്നു. ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 27 ദിവസമായി നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ലക്കിടിയിലെ ഈ കോളേജും അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രശ്നം പരിഹരിക്കാൻ ചർച്ചയ്ക്ക് പോലും മാനേജ്മെന്റ് തയ്യാറാവുന്ന നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു SFIയുടെ ധർണ രാവിലെ ഒറ്റപ്പാല MLA P ഉണ്ണിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് ഇപ്പോൾ യാതൊരു തരത്തിലും ചർച്ചയ്ക്ക് വഴങ്ങാൻ കൂട്ടാക്കാത്ത മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജിഷ്ണുവിന് മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറുക തുടങ്ങിയ 11 ആവശ്യങ്ങളാണ് സമരത്തിന്റെ ഭാഗമായി SFI ഉന്നയിച്ചത്. എന്തായാലും ഈ മാസം 16-ന് കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് കളക്ടറുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറായതിനെ തുടർന്ന് ഇപ്പോൾ ഉപരോധം തൽക്കാലമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മാറ്റി നിർത്തണം, അന്വേഷണം വേണമെന്ന് ചീഫ് സെക്രട്ടറി. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജ് വാങ്ങിയ ഇടപാടിലൂടെ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തിയെന്ന ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേലാണ് ശുപാർശ. റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായവും തേടി. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ആഗോള ടെൻഡർ ഒഴിവാക്കി ഹോളണ്ടിൽ നിന്ന് മണ്ണുമാന്തി കപ്പൽ വാങ്ങാൻ ജേക്കബ് തോമസ് കരാർ നൽകിയെന്നും ഇതിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നുമാണ് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇടപാടിലൂടെ 15 കോടിയുടെ നഷ്ടം ഖജനാവിനുണ്ടായി. ദില്ലിയിലുള്ള ഒരു വ്യക്തിയുമായി ചേർന്ന് ഇക്കാര്യത്തിൽ കൃത്രിമം കാണിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്ന കുറിപ്പോടെ ഫയൽ മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം തേടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് തിരുവനന്തപുരം നന്ദൻകോട് ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഔട്ട്ലെറ്റ് തുറന്നാൽ ഇനിയും സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നന്ദൻകോട് ഹോളി ഏഞ്ചൽ സ്കൂളിന് മുന്നിൽ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ച ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ച വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെയും സമരം പിൻവലിച്ചു. നന്ദൻകോട് സ്കൂളിന് സമീപത്ത് ഇന്നലെ രാവിലെയോടെയാണ് സമരം ആരംഭിച്ചത്. റെസിഡൻസ് അസോസിയേഷന്റെ പിന്തുണയോടെയാണ് സമരം നടന്നത്. ഇനി ഇവിടെ ബിവറേജ് ഔട്ട്ലെറ്റ് തുറന്നാൽ അതിശക്തമായ സമരമുണ്ടാകുമെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഇവിടെ വന്നു നമ്മൾ വീണ്ടും പ്രൊട്ടസ്റ്റ് ചെയ്തു. നമ്മൾ സ്കൂളിന്റെ മുമ്പിൽ, ബാങ്കിന്റെ മുമ്പിൽ, ഈ റെസിഡൻസിന്റെ മുമ്പിൽ ഒന്നും ഇനി ഈ മദ്യ ഷോപ്പിംഗ് ഇവിടെ നടക്കത്തില്ല. നല്ല സന്തോഷമുണ്ട്, സമരം വിജയിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഇന്നലെ ബിവറേജ് ഔട്ട്ലെറ്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് വിദ്യാർത്ഥിനികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന് സമീപം ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത്. ദേശീയപാതയോരത്തെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന കോടതി വിധിയെ തുടർന്ന് ഉൾപ്രദേശങ്ങളിലേക്കാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മദ്യശാലകൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നത് ബിവറേജസ് കോർപ്പറേഷനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ
കേന്ദ്രമന്ത്രിയും എംപിമാരുമായിരുന്ന ഇ അഹമ്മദിന്റെ നിര്യാണം മറച്ചുവെച്ചുവെന്നാരോപിച്ച് ലോക്സഭ പ്രക്ഷുബ്ധമായി. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ച് സീതാറാം യെച്ചൂരി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. സർക്കാർ കൃത്രിമമായി ആശുപത്രി രേഖകൾ ഉണ്ടാക്കുകയാണെന്ന് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ കുഴഞ്ഞുവീണ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന എംപി ഇ അഹമ്മദിന്റെ മരണം മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ലോക്സഭ സ്തംഭിച്ചു. ചോദ്യോത്തരവേള മാറ്റിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമ്പത്ത് എംപി കെ.സി. വേണുഗോപാൽ, എൻ.കെ. പ്രേമേന്ദ്രൻ തുടങ്ങിയവർ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറാകാത്തതോടെ പ്രതിപക്ഷ എംപിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സഭ നിർത്തിവെച്ചു. പിന്നീട് ശൂന്യവേളയിൽ വിഷയം അവതരിപ്പിക്കാമെന്ന് സുമിത്ര മഹാജൻ വ്യക്തമാക്കിയെങ്കിലും ക്രമവിരുദ്ധമായി മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നയിച്ച കാര്യങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ പറയാനുള്ള സമയം നൽകുന്നതിന് പകരം ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ ഭരണകക്ഷിയുടെ ആൾക്കാർ ബഹളം വെച്ചുകൊണ്ട് സഭ പിരിയുന്ന നിലയിലേക്ക് എത്തിച്ചത് ഭരണകക്ഷിയും അതുപോലെ തന്നെ സ്പീക്കർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിൻ്റെ ഒരു ധാരണയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ വിഷയം ഒന്ന് പരാമർശിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. ഈ വിഷയത്തിലെ സ്റ്റേറ്റ്മെന്റിന് പോലും അവർക്ക് താല്പര്യമില്ല. പ്രതിഷേധം ശക്തമായതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിഷയം ഉന്നയിച്ചു. മക്കളെ പോലും കാണാൻ അനുവദിച്ചില്ല. എന്ത് ചികിത്സയാണ് നൽകുന്നതെന്ന് അറിയിച്ചില്ല. ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളിലെ ദുരൂഹത നീക്കാൻ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ചില ആശുപത്രി രേഖകൾ കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി ഉയർത്തിക്കാട്ടി. വ്യാജ ആശുപത്രി രേഖകൾ ഉണ്ടാക്കി കാണിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് ഗുലാം നബി ആസാദ് തിരിച്ചടിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് മാത്രം മാനദണ്ഡമാക്കരുതെന്ന് സുപ്രീംകോടതി. സ്കൂൾ പരീക്ഷാ ഫലത്തിലെ 40% മാർക്ക് കൂടി വെയിറ്റേജായി പരിഗണിച്ച് പ്രവേശനം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളെ നിരോധിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ടാകണമെന്ന് കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി നിർദ്ദേശം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് തീരുമാനം. സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തത്. മുൻപ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിരിക്കെ ആരോപണമുണ്ടായ സംഭവത്തിലാണ് ത്വരിത പരിശോധനയ്ക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജിലൻസ് കേസിൽ അറസ്റ്റിലായ മലബാർ സിമന്റ്സ് ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരുന്നത് സർക്കാർ പരിശോധിക്കുമെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ. ഇക്കാര്യത്തിൽ വിജിലൻസ് ശുപാർശ വരുന്ന മുറയ്ക്ക് തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. വാളയാർ മലബാർ സിമന്റ്സ് സന്ദർശന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായി വാളയാർ മലബാർ സിമന്റ്സ് ആസ്ഥാനത്തെത്തിയ മന്ത്രി AC മൊയ്തീൻ മാനേജ്മെന്റ് പ്രതിനിധികളുമായും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും വെവ്വേറെ ചർച്ച നടത്തി. ചർച്ചയിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നതായി മന്ത്രി പറഞ്ഞു. മലബാർ സിമന്റ്സിന്റെ പ്രവർത്തനം സുതാര്യമാക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മുടങ്ങിക്കിടന്ന ഉത്പാദനം നല്ല നിലയിൽ ആരംഭിച്ചിട്ടുണ്ട്. വിപണനം ശക്തിപ്പെടുത്താൻ മാർക്കറ്റിംഗ് രംഗത്ത് ശക്തമായ ഇടപെടൽ ഉണ്ടാകും. അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് അനുവദിക്കില്ല. വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ തുടരുന്നത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിജിലൻസ് റിപ്പോർട്ട് വന്ന ഉദ്യോഗസ്ഥന്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് സർക്കാർ. ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ അത്തരം ഫയൽ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണം ഉണ്ടായിട്ടുണ്ടാവും. വിജിലൻസ് ശുപാർശ ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നതിന് മടിക്കില്ല. മലബാർ സിമന്റിനെ അഴിമതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. PKCC MLA, വ്യവസായ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവ് കൗൾ, റിയാബ് ചെയർമാൻ സുകുമാരൻ നായർ, മലബാർ സിമന്റ്സ് MD VB രാമേന്ദ്രൻ നായർ എന്നിവരും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. മലബാർ സിമന്റ്സിനെ കുറിച്ച് CATU നേതാവ് SB രാജു തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് മന്ത്രി PKCC MLAക്ക് കൈമാറി പുറത്തിറക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്ത് KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് ഭാഗികം. പല സ്ഥലത്തും സർവീസ് നടത്തിയ ബസ്സുകളെ സമരാനുകൂലികൾ തടഞ്ഞു. പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്ന CITU വിഭാഗം സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി. നിലവിലെ സമരം അനാവശ്യമാണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. KSRTCയിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് സമരത്തിന് ഭാഗിക പ്രതികരണമാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത്.
CITU വിഭാഗം സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ പലയിടത്തും ബസ്സുകൾ സർവീസ് നടത്തി. എന്നാൽ ചിലയിടങ്ങളിൽ സർവീസ് നടത്തിയ ബസ്സുകളെ സമരാനുകൂലികൾ തടഞ്ഞത് യാത്രക്കാരെ വലച്ചു. അതിനിടെ കൊല്ലം ഡിപ്പോയിലെ ഡ്രൈവർ ശ്രീകുമാറിന് കൊട്ടാരക്കര ഡിപ്പോയിൽ വെച്ച് സമരാനുകൂലികളുടെ മർദ്ദനമേറ്റു. ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശ്രീകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTCയെ തകർക്കുന്നതാണ് പണിമുടക്കെന്നും ഇത് അനാവശ്യമാണെന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് നടത്തുന്ന സമരം അനാവശ്യമായ ഒരു സമരമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ഒരു സ്ഥാപനത്തിൽ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി കടം വാങ്ങി ശമ്പളം കൊടുക്കേണ്ടി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ജീവനക്കാരോടുള്ള പ്രതിബദ്ധത. അപ്പോൾ അത്രമാത്രം പ്രതിബദ്ധത കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളപ്പോൾ പണിമുടക്കി സർവീസ് മുടക്കിയ ഒരു പണിമുടക്ക് സമരം KSRTCക്ക് ഭൂഷണമാണോ എന്നാണ് അവരാലോചിക്കേണ്ടത്. തിരുവനന്തപുരത്ത് പകുതിയിലധികം ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിലും KSRTCയെ കൂടുതലായി ആശ്രയിക്കുന്നവർ ഉള്ളതിനാൽ പണിമുടക്ക് യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്തു. ദീർഘദൂര സർവീസുകളും സിറ്റി സർവീസുകളും ഭാഗികമായി നടക്കുന്നുണ്ട്. കോട്ടയം ജില്ലയെ പണിമുടക്ക് ബാധിച്ചു. എന്നാൽ മധ്യകേരളത്തിലും മലബാറിലും സമരം ഭാഗികമാണ്. ഇന്ന് അർദ്ധരാത്രിയാണ് പണിമുടക്ക് അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.